ഡോണ്ട് ബി ഇമോഷണൽ പ്ലീസ്. സാർ സൈക്കോളജി പഠിച്ചിട്ടുണ്ടോ? ഉണ്ടോ ഇല്ലയോ അത് പറയൂ. ഇല്ല. എന്നാ ഞാൻ പഠിച്ചിട്ടുണ്ട്. സാർ ഇരിക്കൂ. ഞാൻ പഠിച്ച മനഃശാസ്ത്രം വെച്ച് സാർ ഇപ്പൊ കാണിച്ച് ഭയങ്കര തെറ്റാ. ആ കൊച്ചാണേലും സ്വതേ ദുർബല. അതിനെ ഗർഭിണിയും കൂടെ ആക്കിയാൽ എന്ത് ചെയ്യും? ഒരു എക്സാമ്പിൾ സൊല്ലേൻ. സാർ, സ്വന്തം മകളുടെ കാല് തളർന്നാൽ ആർക്കും ദുഃഖം കാണും. പക്ഷെ അത് മകളുടെ മുമ്പിൽ പ്രകടിപ്പിക്കരുത്. പ്രകടിപ്പിച്ചാൽ അവൾ നിങ്ങളെക്കാൾ കൂടുതൽ ദുഃഖിക്കും. അച്ഛനും അമ്മയ്ക്ക് താനൊരു ഭാരമാണെന്ന് അറിഞ്ഞാൽ ആ കുട്ടി വല്ല വിഷവും കഴിച്ച് ആത്മഹത്യ ചെയ്യും. അയ്യോ എന്തയ്യോ, ഞാൻ തനിച്ച് എന്ന് ആ കുട്ടിയെ മനഃശാസ്ത്രപരമായി ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ. ആ കുട്ടിയെ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ. സാർ റോഡിലോട്ട് നോക്കിയിരുന്നു. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. നമ്മൾ ഇതിനു മുമ്പ് എവിടെ വെച്ചെങ്കിലും തമ്മി കണ്ടിട്ടുണ്ടോ? ഓർമ്മ വരുന്നില്ലല്ലോ. ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഇവിടെ വെച്ച്? അതാണ് എനിക്കും ഓർമ്മയില്ലാത്തത്. ശല്യപ്പെടുത്തുകയല്ല, ഒരു 5 മിനിറ്റ് ഞാൻ ഇവിടെ ഇരിക്കും. അതിനെന്താ? പെട്ടെന്ന് കണ്ടുമുട്ടിയ ഒരുത്തൻ ഉപദേശിക്കുന്ന എന്തിനെന്ന് തോന്നരുത്. മുറിക്കകത്ത് ഇങ്ങനെ അടച്ചുപൂട്ടിയിരിക്കരുത്. എനിക്കതാണ് ഇഷ്ടം. ആ ഇഷ്ടങ്ങൾ മാറ്റണം. എന്നിട്ട് പുതിയ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ ഇഷ്ടങ്ങൾക്ക് കുഴപ്പമുള്ളതായി തോന്നിയിട്ടില്ല. എന്തൊക്കെയാണ് ആ ഇഷ്ടങ്ങൾ? അങ്ങനെയൊന്നുമില്ല. എന്നോട് പറയില്ലായിരിക്കും. അതല്ല. പിന്നെ? പുസ്തകങ്ങളാണ് എന്റെ ഫ്രണ്ട്സ്. ഓഹോ, എങ്ങനെയുള്ള പുസ്തകങ്ങൾ? കവിതയൊക്കെ എനിക്കിഷ്ടാ. തന്നെയോ? എനിക്ക് തോന്നി നമ്മൾ തമ്മിൽ പൊതുവായി പല ഇഷ്ടാനിഷ്ടങ്ങളുള്ളവരാണെന്ന്. കവിത എന്റെയും ജീവനാണ്. ആഗസ്റ്റ് മുതൽ നവംബർ വരെ മലയായിൽ ഭയങ്കര മഴയാണ്. ആ സമയത്തൊക്കെ ഞാനിരുന്ന് ഒരേ എഴുത്താണ്. കവിത. ഇരുൾ മേഘങ്ങൾ, വെള്ളിടികൾ, പുതുമഴയിൽ കിളിർക്കുന്ന പൂച്ചെടികൾ. ആ സീസണിൽ എന്നിലെ കവിക്ക് എന്തും വിഷയങ്ങളാണ്. എന്റെ കവിത വായിച്ച് ബെർക്കലി സാഹിബ് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടുണ്ട്. ഓ ദയനീയം. ജീവിതമാമൻ നൗക പ്രക്ഷുബ്ധ സാഗരത്തിൽ ആടിയുലയവേ വന്നു മനഃശാന്തിയേകുവാൻ ഒരു കുളിർ ചന്ദ്രിക കണക്കയേ നീയൂ. സാപ്പാട് പിടിച്ചില്ലേ? വളരെയധികം പിടിച്ചു. എന്നിട്ടെന്താ സാപ്പിടാത്തത്? സാപ്പിടും. കവികൾ പൊതുവെ ഭക്ഷണപ്രിയരല്ലോ. ഒരു ചായയും 2 ബീഡിക്കുറ്റിയും, അതാ ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ബീഡിക്കുട്ടിയോ? കുട്ടിയല്ല, കുറ്റി, ബീഡിക്കുറ്റി. ഫോൺ ഫോൺ. ഹലോ, യെസ്, MD പുരുഷോത്തമ ഹിയർ. ആ മാനേരാ, என்ன குப்புசாமி? யாரு? எலக்கண்ணா? அவன் அப்படி சொல்லியாச்சா? சே, அந்த ஏமாளி பசங்க அவனுக்கு பார்ட்டி கிட்டலாம் கொடுத்துட்டு கடைசியில் இப்படியாச்சா? 2 லட்சம் தானே கொடுக்கணும். அதுக்கு என்ன கொடுக்கலாமே? ஏன் குப்புசாமி, அவன் 2 வெயிட் பண்ண சொல்லு. ஏ புறம்போக்கு, நான் சொன்ன சொல்லு. முடியாது, அடுத்த வாரம் தான் கொடுக்க முடியும். என்ன வெள்ளம் பண்ண சொல்லு. இடியட். ஏய் நின்னே இல்லப்பா அந்த திருட்டு பயல. போன் கட் பண்ணு. അടുത്ത ആഴ്ച ഞാൻ ഹൈദരാബാദിലേക്ക് പോകും. അവിടെ പുതിയൊരു അനാഥ മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ്. அப்படியா? ആമാ, ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം. ഞാൻ ചീഫ് ഗസ്റ്റും. 6 ലക്ഷം രൂപ അന്ന് അവിടെ കൊടുക്കണം. എതുക്ക്? എതുക്കോ? സംഭാവനയാണ് സാർ. അയ്യോ അയ്യോ, അവിടെ ഇരിക്കട്ടെ. താങ്കൾ ഫോണിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടു. ഏതോ ഒരു ചെല്ലക്കണ്ണിന് 2 ലക്ഷം രൂപ കൊടുക്കാനുണ്ടോ? ചെല്ലക്കണ്ണ് വന്ന് ബാങ്ക് മാനേജർ, ഹോട്ടൽ ലോണിന്റെ ഇൻസ്റ്റാൾമെന്റ് ആണ്. 2 ലക്ഷം ഞാൻ തരാം. അയ്യോ അത് വേണ്ട. നോക്കൂ സാർ, എന്നെ ഒരു അന്യനായിട്ട് കാണരുത്.
ഹൈദരാബാദിൽ 6 ലക്ഷം ചുമ്മാ റൂമിലിരിക്കുകയല്ലേ, അതിൽ നിന്ന് 2 ലക്ഷം എനിക്ക് അടുത്ത ആഴ്ച തിരിച്ചു തന്നാ മതി. അയ്യോ അത് വേണ്ട മിസ്റ്റർ ആനന്ദ്. പ്ലീസ് സർ. അല്ലെങ്കിൽ ആ ഫോൺ സംസാരം ഞാൻ കേൾക്കാൻ പാടില്ലായിരുന്നു. കേട്ട സ്ഥിതിക്ക് 2 ലക്ഷം ഞാൻ തന്നില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അല്ല അത് ഡോണ്ട് സേ നോ പ്ലീസ്. പ്ലീസ് സർ. താങ്ക് യു മിസ്റ്റർ ആനന്ദ്. ഈ മിസ്റ്റർ ആനന്ദിലെ മിസ്റ്റർ ഒഴിവാക്കിയാൽ കൊള്ളാമായിരുന്നു. ഓഹ് ഐ ആം സോറി. ഒരു വിഷയം ഞാൻ പറയാൻ മറന്നുപോയി. പറയൂ. വട്ടി. വട്ടിയോ? പലിശ. മിസ്റ്റർ ആനന്ദ് എന്നോട് പലിശ വാങ്ങണം. അയ്യോ, ശാന്തം പാപം. സർ, ഞാൻ ഈ പണം ബാങ്കിലിടാത്ത എന്താണെന്നറിയോ? ബാങ്കിലിട്ടാൽ അവർ എനിക്ക് പലിശ തരും. ഐ ഹേറ്റ് പലിശ. പലിശ. സാർ പോയി ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കൂ. ഓക്കെ, താങ്ക് യു. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനിയൊരു വിഷയം. ഈ പണം ഇവിടെ റൂമിൽ വെക്കണ്ട. ഞാൻ റിസപ്ഷനിൽ പറയാം. അവിടെ സേഫ് ലോക്കറിൽ വെച്ചോളൂ. റിസ്ക് എടുക്കണ്ട. ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചത് വളരെ റിസ്കിലാണ് സാർ. എന്നെ റിസ്ക്? അതെല്ലാം ചൊന്നാൽ സാറിന് പുതിയ സാർ ചെല്ലു, കാര്യങ്ങൾ നടക്കട്ടെ. എനിക്കും വലിയ തിരക്കുണ്ട്. ഭാവി കാര്യങ്ങൾ പലതും പ്ലാൻ ചെയ്യാനുണ്ട്. ഓക്കെ, ആൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. സർ, വീട്ടിലെ ഫോൺ നമ്പർ? ഓ സോറി. താങ്ക് യു സർ. ബൈ. ബൈ. ഓ 4398 எனக்கு தெரியாது சார். അതിന്റെ പുറകെ ഒന്നും പിടിക്കാനല്ലേ പറഞ്ഞത്? தெரியாது சார். തൊട്ട് കൊടുക്ക. ഫുഡ് എത്രയാ? 100 രൂപ. ഓ അത്രേ ഉള്ളൂ അല്ലേ? 500 രൂപയുടെ ചേഞ്ച് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. എന്നാ ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് ഇവിടെ, അവിടെ ചെന്നിട്ട് ഞാനിപ്പോ മാറ്റിയിട്ട് ഇപ്പൊ വരാം. പോലീസ്! അമ്മേ, ഇത് ആനന്ദാണ്. ഓ ഒന്നുമില്ല, വെറുതെ. മനീഷ ഉറങ്ങിയോ? കുട്ടി
കുട്ടിയുടെ മുറി കണക്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ നന്നായിരുന്നു. ഒരു കാര്യം ചോദിക്കാനാ. ആ മനീഷ, ഇത് ആനന്ദാണ്. ഞാൻ ഉപദ്രവിക്കാണോ? ഒരിക്കലും ഇല്ല. അച്ഛൻ പറഞ്ഞപ്പോഴാണ് താങ്കളെ പറ്റി കൂടുതൽ അറിഞ്ഞത്. ഏതോ ഒരാളെന്ന മട്ടിൽ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അങ്ങനൊന്നും ചിന്തിക്കണ്ട. ഞാൻ ആരും അല്ലല്ലോ. ഈ പ്രപഞ്ചത്തിൽ എന്റേതെന്ന് പറയാൻ എന്തുണ്ട്? ഒരനാഥൻ, ആരോരുമില്ലാത്ത ഒരനാഥൻ. ആ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ടെന്ന്. അത് നേരാണ്. എനിക്കിപ്പോ ഓർമ്മ വന്നു. ഞാൻ മനീഷയെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? എവിടെയും വെച്ചല്ല, ഉറങ്ങാത്ത രാത്രികളിലെ എന്റെ 1000 സ്വപ്നങ്ങളിൽ. അതുപോട്ടെ.